കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. വിളിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവൻ ഉടനെ തന്നെ വിവാഹം കഴിക്കണം. ഞാൻ ചോദിച്ചു എന്താണ് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം. എന്നോട് പറഞ്ഞു നാട്ടുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല. നാട്ടിലെ ആളുകളെല്ലാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കളോട് എപ്പോഴും ചോദിക്കുന്ന ഇതാണ്, മോൻ്റെ കല്യാണം എപ്പോഴാണ്. നാട്ടിൽ അവൻ അവധിക്ക് എന്നാൽ അവനോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്, നിൻ്റെ കല്യാണം എന്നാണ്, കാര്യങ്ങളൊക്കെ റെഡിയായോ, എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്ത. ഇങ്ങനെ നിരവധി ഒട്ടനവധി ചോദ്യങ്ങൾ അവൻ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, നാട്ടുകാരുടെ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാത്ത യൗവനക്കാർ കേരളത്തിൽ വളരെ കുറവാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ മലയാളിയുടെ ജീവിതം ജനിക്കുമ്പോൾ മുതൽ മരണം വരെ മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ പേടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന് ഒരു അതിശയോക്തിയുമില്ല. കാരണം ആളുകളുടെ ചോദ്യങ്ങളെ പേടിച്ചാണ് പല ആളുകളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ചെയ്യുന്നതിന് പിന്നിലെ ചേതോവികാരവും ഇത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ്. നമുക്കറിയാം, ഒരു കുട്ടി പഠിച്ച് 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് വരും. എന്നിട്ട് ചോദിക്കും, മോൻ എത്ര A+ ഉണ്ട്? A+കളുടെ എണ്ണം കൂടുതലാണെങ്കിൽ, എല്ലാ വിഷയത്തിനും A+ ആണെങ്കിൽ ഇവരുടെ മുഖമൊക്കെ മാറും. ഇവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാകില്ല, പിന്നെ ചോദിക്കാനും വരത്തില്ല. എന്നാൽ A+കളുടെ എണ്ണം കുറവാണെങ്കിൽ, അല്പം ദുഃഖത്തിലാണെന്നൊക്കെ അറിഞ്ഞാൽ ഇവർക്ക് വളരെ സന്തോഷമാണ്. ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടി അല്പം മുന്നോട്ട് വരുമ്പോൾ അവനോട് ചോദിക്കുന്ന പിന്നെയുള്ള ചോദ്യമാണ്, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? എപ്പോഴും ഇങ്ങനെ തേരാപാല നടക്കുന്ന കാണുന്നുണ്ടല്ലോ, നിനക്ക് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? അങ്ങനെ ഈ ചോദ്യത്തെ പേടിച്ച് ജോലിയൊക്കെ സംഘടിപ്പിച്ച് ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ ചോദിക്കും, കല്യാണം ആയില്ലേ? ഇങ്ങനെ ഈ ചോദ്യങ്ങളുടെ എണ്ണം കൂടി 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 വരും. അങ്ങനെ മരണം വരെ ആളുകളെ ശല്യപ്പെടുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ളവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് കുറവുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മോട് ഇതുപോലെ നമ്മെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ മറ്റൊരാൾ ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ വേദന നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുവരെ നമുക്കിതെല്ലാം ഒരു രസമാണ്. ബൈബിളിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നവർക്ക് അതുകൊണ്ട് കൃപ ലഭിക്കും. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊരു ഉന്മേഷവും ഒരാനന്ദവും അതുകൊണ്ടൊരു സംതൃപ്തിയും ഒക്കെ ഉണ്ടാകും. ഈ ഉപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, സാധാരണ കറിയൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ അതിൽ അല്പം ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് വളരെ ദുഃഖമാണ്. അതിന് യാതൊരു ടേസ്റ്റുമില്ല. നമുക്ക് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ മറ്റെല്ലാം ഉണ്ടെങ്കിലും ഉപ്പില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പം നമ്മുടെ വാക്കുകൾ ഇതുപോലെ ആയിരിക്കണം. കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകുന്നില്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾ അനേകരെ കുത്തി നോവിക്കുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാം എന്തെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഊർജം പകരുന്നതായിട്ട് മാറണം. അത് മറ്റുള്ളവരെ താങ്ങുന്നതാകണം. അത് മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കുന്നതാവണം. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകൾ എല്ലാവരും ശ്രവിക്കുവാൻ ആഗ്രഹിക്കും. അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കുവാൻ, വാക്കുകളെ സൂക്ഷിക്കുവാൻ, നല്ല വാക്കുകൾ സംസാരിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.